കാട്ടിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ജീവികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ മുന്നിൽ തന്നെ ഉണ്ടാവും കടുവയും ഗൊറില്ലയും. എന്നാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ജയിക്കുക? ഗൊറില്ലയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു സിൽവർ ബാക്ക് ഗൊറില്ലേനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം 230 കിലോഗ്രാം വെയിറ്റ് വരും. ഇത് മാത്രമല്ല സ്വന്തം ബോഡി വെയിറ്റിന്റെ ഏകദേശം 10 ഇരട്ടിയോളം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഗൊറില്ലയ്ക്ക് പറ്റും. അതായത് കുറഞ്ഞത് 1800 കിലോഗ്രാം വെയിറ്റ് വരെ ഈസി ആയിട്ട് ഇതിന് പൊക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാരുതി സ്വിഫ്റ്റ് കാറിന്റെ വെയിറ്റ് ഏകദേശം 985 കിലോഗ്രാം മാത്രമാണ്. 40 കിലോമീറ്റർ പെർ സ്പീഡിൽ ഓടാൻ കഴിയുന്നതും ഹൈ ഇന്റലിജൻസും ആ ബാറ്റിൽ എന്തായാലും ഗൊറില്ലേനെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി കടുവയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 250 കിലോഗ്രാം വെയിറ്റ് അവർക്കുണ്ടാവാറുണ്ട്. അതുമാത്രമല്ല ഏകദേശം 4 ഇഞ്ചോളം നീളമുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ക്ലോസ് ആണ് കടുവയ്ക്കുള്ളത്. ഗൊറില്ലയുടെ സ്കിന്നിൽ വളരെ ഈസി ആയിട്ട് ഡാമേജ് വരുത്താൻ ഇതിന് കഴിയും. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 2 കാലിൽ ഉയർന്നു നിന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് ടൈഗേഴ്സിന്റെ ഒരു സ്റ്റൈല്. പക്ഷേ ഗൊറില്ലയുടെ ശക്തിയുള്ള കൈകളുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല ഡാമേജ് ഒരു കടുവയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. 65 km/h സ്പീഡ് ഉള്ളതുകൊണ്ടും ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഒരു 65% ജയിക്കാൻ ചാൻസ് ഉള്ളത് കടുവ തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.